മിഥുനെത്തിയോ? താമ്പൂല പ്രശ്നം ഇപ്പോഴും അയ്യപ്പൻ എഴുന്നേക്കാൻ താമസിച്ചു പോയോ? അല്ല, മിഥുനുണ്ട്, ലൈനിലുണ്ട്. പക്ഷെ എന്തോ സാങ്കേതിക പ്രശ്നമാണെന്ന് തോന്നുന്നു. അതും അത് കാരണം ജനം ടി വിയുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് അത്. ബോർഡ് അറിയാതെ, ദേവസ്വം ശബരിമല കമ്മീഷണർ അറിയാതെ താമ്പൂല പ്രശ്നം നടത്തി എന്നുള്ളതാണ്. അത് ഈ മറയായിരുന്നു അത്. യെസ്, സ്വർണ്ണക്കടത്തിന് മറയായിരുന്നോ എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ എന്നറിയണമെങ്കിൽ മിഥുൻ അയ്യപ്പൻ അവിടെ ഉണ്ടാവണം. മിഥുനോട് ചോദിക്കാം അല്ലേ? അതെ, മിഥുൻ, ജനം ടി വി വളരെ നിർണായകമായ ഒരു വിവരമാണ് പുറത്തുവിടുന്നത്. ആ വിജിലൻസ് റിപ്പോർട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതായത് താമ്പൂല ദൈവപ്രശ്നം നടത്തിയത് അനധികൃതമായെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മറയാക്കിയത് ഈ ദൈവപ്രശ്നത്തിലൂടെ മിഥുൻ? അശ്വതി, ശബരിമലയിൽ എങ്ങനെ നടക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്കറിയാം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിന് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് സാമ്പ്രദായികമായും അതുപോലെ തന്നെ ചരിത്രപരമായും നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് ഉള്ളത്. അതിന് ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായും ഐതിഹ്യവുമായും എല്ലാം തന്നെ ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ചടങ്ങുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ചടങ്ങുകളെ പോലും കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ ചില ചിട്ടവട്ടങ്ങളുമായി അതുപോലെ തന്നെ ചില നിയമങ്ങളുമായി അതിനെ ചട്ടക്കൂടുകളുമായി ബന്ധപ്പെടുത്തി നിർവചിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ അവിടെ എന്തൊരു നടപടി നടക്കണമെങ്കിലും കൃത്യമായിട്ടുള്ള ആ ചാനലിലൂടെ തന്നെ വേണം നടക്കാൻ. അല്ലാതെ നടത്തുന്ന ഇടപെടലുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാം ഞെട്ടിക്കുന്ന, അയ്യപ്പ ഭക്തരെ ഏവരെയും നിരാശയിലാക്കുന്ന സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കൊക്കെ ഇടം പിടിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴിമതിക്കെല്ലാം കളമൊരുക്കുന്നത് അത്തരത്തിൽ ചട്ടവിരുദ്ധമായും അതുപോലെ തന്നെ സാമ്പ്രദായിക വിരുദ്ധമായും ചെയ്യുന്ന അത്തരത്തിലുള്ള നീക്കങ്ങളെയാണ്. അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിജിലൻസ് റിപ്പോർട്ട്. 2012 ഏപ്രിൽ നടന്ന ഒറ്റരാശി താമ്പൂല പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടാണ് ഇത്. ഈ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തുന്നത് 2012 ഏപ്രിൽ മാസത്തിലായിരുന്നു. ഈ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്താൻ അതിന് ദേവസ്വം ബോർഡിൻ്റെയോ അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെയോ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സതീഷും അതുപോലെ തന്നെ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന രാജനുമാണ് തീരുമാനിച്ച് ഈ ഒറ്റരാശി പ്രശ്നത്തിന് മുൻകൈ എടുത്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. കൃത്യമായി ദേവപ്രശ്നത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള നടപടി നടക്കേണ്ടത്. അതുപോലെ തന്നെ പുരോഹിതരടക്കമുള്ള അവരുടെ പിന്തുണയോടെയും അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി നടത്തേണ്ട ഒന്നാണ് ഈ ഒറ്റരാശി പ്രശ്നം. അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചാൽ മാത്രമേ എന്തിനു വേണ്ടി നടത്തുന്നു, അതിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടേണ്ടത് ആ ചട്ടക്കൂടുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെ ചട്ടക്കൂടുകൾ പാലിക്കാതെ വരുമ്പോഴാണ് സ്വർണം പൂശിയ ചെമ്പ് പാളിയും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി എന്നടക്കമുള്ള വിവിധ തരത്തിലുള്ള ആ ഒരു ഫ്രോജറികൾ അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകളും അതുപോലെ തന്നെ എല്ലാം നടത്തുന്നത്. അത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ളൊരു കൃത്യലോപം ഇത്തരത്തിൽ ശബരിമലയിൽ നടന്നു എന്നുള്ളതാണ്. ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് തൊട്ടടുത്ത് വെച്ച് തന്നെയായിരുന്നു ഈ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമ്മൾ ആരായുകയാണ്. സതീഷിലേക്കും രാജനിലേക്കും ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുമോ? നോക്കൂ, ഈ അന്വേഷണം തുടങ്ങിയത് മുതൽ ഇങ്ങനെ, അതായത് യഥാർത്ഥ പ്രശ്നം അത് അന്വേഷിക്കുന്നുണ്ട്. കട്ടിളപ്പാളി അതുപോലെ സ്വർണ്ണപ്പാളി ഇത് കടത്തിയതുമായി ബന്ധപ്പെട്ടാണല്ലോ അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഈ അന്വേഷണം പല ഘട്ടങ്ങളിലും മാറി പോകുന്നു. അങ്ങനെയാണ് കൊടിമരത്തിൽ എത്തിയത്, അതുപോലെ വാജി വാഹനത്തിൽ എത്തിയത്. പക്ഷേ ഇപ്പോഴിതാ ഇങ്ങനെയൊരു താമ്പൂല പ്രശ്നം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അതുകൂടി പരിശോധിക്കേണ്ടി വരില്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ശ്രദ്ധയിൽ ഈ വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ഈ അശ്വതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചങ്ങലയായി തന്നെ ഒന്നിനു പുറകെ ഒന്നായി ശബരിമലയിലെ ഓരോ ഇടപാടുകളും അല്ലെങ്കിൽ ഓരോ അനധികൃതമായിട്ടുള്ള ഇടപാടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഹൈക്കോടതി ഇക്കാര്യത്തിൽ അതിശക്തമായിട്ടുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വഴി അടഞ്ഞ തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ SIT മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള വിമർശനം ഉണ്ടാവാറുണ്ട്. ആ വിഷയങ്ങൾ കൂടി പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം, കർശനമായിട്ടുള്ള നിർദ്ദേശം ഒരു വിമർശന രൂപേണ തന്നെ ഹൈക്കോടതി ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തങ്ങൾക്ക് മുന്നിലെത്തുന്ന എല്ലാ ഭാഗങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് അല്ലാതെ SITക്ക് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെയെങ്കിൽ ഈ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂടി SIT എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ ഈ ഒറ്റരാശി താമ്പൂല തീർച്ചയായും മിഥുൻ പുറത്തു കൊണ്ടുവന്ന വാർത്ത അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തായാലും ഒരു അഭിനന്ദനം നേരുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും എത്തിക്കണം. ശബരിമലയിൽ പലതും മറയാക്കി അവിടെ പലതും നടക്കുന്നു എന്നുള്ള വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോ നിമിഷവും പ്രേക്ഷകർക്കായി എത്തിക്കുന്നത്. എന്തായാലും ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ മറയിൽ മറ്റെന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഈ താമ്പൂല ദേവപ്രശ്നം ആരുടെ ഒളിച്ചുകളിയായിരുന്നു എന്നതടക്കമുള്ള ചില ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. SIT ഇതിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ രാജനും ആർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. സതീഷ് കുമാറും രാജനും സമർപ്പിച്ചിട്ട് പോലും ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി കൈക്കൊണ്ടോ? അതൊക്കെ ഒരു ഇല്ല, അത് കാരണം വിജിലൻസ് ഇതിനു മുമ്പും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഡിബേറ്റിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന പഴയ വിജിലൻസ് SP ആയിരുന്ന ആള് അദ്ദേഹം തന്നെ V ഗോപാലകൃഷ്ണൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പല ക്രമക്കേടുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും നടപടിയെടുത്തില്ല എന്നുള്ളത്. മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരൻ അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒരു കേസിലല്ല, ഒന്നിലധികം കേസുകളിൽ. എന്നിട്ട് പോലും ഊരി വന്നു എന്നുള്ളതാണ്. സസ്പെൻഷൻ ഉണ്ട്. സസ്പെൻഷൻ ഒരു 3-4 ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും സുപ്രധാനമായിട്ടുള്ള തസ്തികയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിനൊന്നും ഒരു കാര്യമില്ല. വിജിലൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളിയും അതുപോലെ കട്ടിളപ്പാളിയൊക്കെ അടിച്ചുകൊണ്ട് പോയത് അത് വിജിലൻസിൽ അറിയേണ്ടത്. എന്തിനാണ് ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞ് കുറച്ച് ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചിരിക്കുന്നത്? അവരല്ലേ അവരുടെ ഭാഗത്തും വീഴ്ച വന്നു. മറ്റൊരു കാര്യം, തുടക്കം മുതൽ നമ്മൾ പറയുന്നതാണ്, അന്ന് ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന 2 പേരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ മെമ്പർമാരാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അട്ടിമറിക്കുള്ള ഒരു സാധ്യത അത് സർക്കാർ തന്നെ തുറന്നു കൊടുത്തിരിക്കുക. പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ദേവസ്വം വിജിലൻസ് കൃത്യമായി അവിടെ പ്രവർത്തിച്ചിരുന്നു, റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നെങ്കിൽ കൂടിയും ഈ റിപ്പോർട്ടുകളെല്ലാം എത്തുന്നത് എവിടെയാണ്? ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലാണ്. അതെ. അപ്പോൾ ഇത്രയും 2012 ആ റിപ്പോർട്ട് പോലും ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിൽ കൃത്യമായ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. SIT അതിലേക്കൊന്നും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമില്ല. SIT ഇനി എന്ന് അന്വേഷണം പൂർത്തിയാകും? കാരണം ഒന്നിൽ തൊടുമ്പം തുറന്നു വരുന്നത് 100 കേസുകളാണ്. എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരുന്നത്, പറഞ്ഞോട്ടെ. എന്ത് പ്രഹസനമാണ് സജി. അതെ.